കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ. നിങ്ങൾ വിശുദ്ധ ചാൾസ് ബറോമിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ, നിങ്ങളെ പോലെ ഈശോയെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു അൾത്താരവാദനായിരുന്നു വിശുദ്ധ ചാൾസ് ബറോമിയോ. 1538 ഒക്ടോബർ 2 ഇറ്റലിയിലെ അരോണ എന്ന മനോഹര പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതിപ്രശസ്തമായ ബറോമിയോ കുടുംബത്തിൽ ഗിൽബർട്ടോ പ്രഭുവിന്റെയും മാർഗരറ്റിന്റെയും 6 മക്കളിൽ രണ്ടാമനായി ജനിച്ചു. 9ാം വയസ്സിൽ അദ്ദേഹത്തിന് തന്റെ അമ്മയെ നഷ്ടമായി. പ്രഭുക്കന്മാരുടെ പിൻഗാമിയായിരുന്നു ബറോമിയോ. ലംബോർഡിയിലെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു. പള്ളിയിലെ ഒരു കരിയറിനായി തന്നെ തയ്യാറാക്കാൻ ആവശ്യമായതിലും അപ്പുറമുള്ള എല്ലാ വരുമാനവും ദരിദ്രരുടേതാണെന്നും അദ്ദേഹം ലൗകിക ഉപയോഗത്തിന് അത് ഉപയോഗിക്കില്ലെന്നും വ്യക്തമാക്കി. ആ യുവാവ് പാവിയ സർവകലാശാലയിൽ ചേർന്നു. അവിടെ അദ്ദേഹം സിവിൽ കാനോൻ നിയമ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1859 ഡിസംബർ 6 അദ്ദേഹം കാനോൻ സിവിൽ നിയമങ്ങളിൽ ഡോക്ടറേറ്റ് നേടി. 1860 ഫെബ്രുവരി 7 മിലാൻ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി ബറോമിയോ നിയമിതരായി. ഇതിനാൽ അതേ വർഷം ഡിസംബർ 21 അദ്ദേഹത്തെ ഒരു ഡീക്കനായി നിയമിച്ചു. സഭയുടെ സേവനത്തിന് തുടരാനുള്ള തീരുമാനത്തിന് ശേഷം അദ്ദേഹത്തെ ഒരു പുരോഹിതനായി നിയമിച്ചു. 1584 മോണ്ടെ ബരാലോയിലെ വാർഷിക ധ്യാനത്തിനിടെ വാർദ്ധക്യവും പിടിപെട്ടു. മിലാനിലേക്ക് മടങ്ങിയപ്പോൾ സ്ഥിതി അതിവേഗം വഷളായി. അന്ത്യകർമ്മങ്ങൾ നടത്തിയ ശേഷം നവംബർ 3 46ാം വയസ്സിൽ അദ്ദേഹം വിശുദ്ധനായി മരിച്ചു. ബിഷപ്പുമാരുടെയും മതബോധന പണ്ഡിതരുടെയും സെമിനാരി വിദ്യാർത്ഥികളുടെയും മധ്യസ്ഥനാണ് ചാൾസ് ബറോമിയോ. വിശുദ്ധ ചാൾസ് ബറോമിയോയുടെ ജീവിതത്തിന് നമുക്ക് നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിന് പകർത്താൻ കഴിയുന്ന നിരവധി പ്രധാന പാഠങ്ങളുണ്ട്. അദ്ദേഹം സഭാ നവീകരണത്തിന്റെയും പാവപ്പെട്ടവരുടെ സേവനത്തിന്റെയും വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതപാത നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. Yeah.